കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ ദേവസ്വം വിജിലൻസിന്റെ പരിശോധന പരാതിക്കാരുടെയും ദേവസ്വം അധികൃതരുടെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തുകയാണ്. സുപ്രധാനമായ നീക്കമാണ്. അതേസമയം ദേവസ്വം വിജിലൻസ് അന്വേഷണം സുതാര്യമല്ലെന്ന ആരോപണവുമായി BJPയും ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നിട്ടുമുണ്ട്. സസ്പെൻഡ് ചെയ്ത് ഈ ക്ഷേത്രം പരിശുദ്ധമാക്കി തീർത്ത് ഈ ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിൻ്റെ വിശ്വാസവും ഭക്തർക്ക് നിലനിർത്തി കൊടുക്കണമെന്നാണ് ആവശ്യം. ഹിന്ദു ഐക്യവേദിയുടെയും പരിവാർ സംഘടനകളുടെ എല്ലാവരുടെയും ആവശ്യം ഇതാണ്. തീർച്ചയായിട്ടും ഇതൊരു തിരുമേനിയിൽ മാത്രം ഒതുക്കി രക്ഷപ്പെടാനുള്ള നീക്കം നടത്തുന്നത് ശരിയല്ല. ഈ SI റാങ്ക് വന്നിട്ട് എന്ത് കാര്യം സാധിക്കാന് ഒരു സാധിക്കാനും ഇല്ല. ഇത് ചുമ്മാ പ്രഹസനമാണ്. ദേവസ്വം ബോർഡിന്റെ കളിപ്പീരായത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്തായാലും പരിശോധന അവിടെ ആരംഭിച്ചിട്ടുണ്ട്. എത്ര കണ്ട് നിർണായകമാണ് ഈ പരിശോധന? ആരോപണമുയർന്ന ഇടങ്ങളിലൊക്കെ വിജിലൻസ് സംഘം എത്തിയിട്ടുണ്ടോ? സജിത്ത്, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ പ്രസാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരിപ്രസാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ചൂടുപിടിക്കുമ്പോഴാണ് ഇന്ന് വിജിലൻസിന്റെ പരിശോധന നടന്നിരിക്കുന്നത്. വിജിലൻസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇത് ഇവിടെ വലിയൊരു തർക്കത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട്. ഇത് SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമുണ്ട്. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ എത്തണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ജനതയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിലവിൽ ഈ വാടക വീട്ടിൽ വെച്ചാണ് ഈ അനധികൃതമായിട്ടൊരു ഈ കരിപ്രസാദം നിർമ്മിച്ചിരുന്നത്. ഈ പ്രസാദം നിർമ്മിക്കാനുണ്ടായ എല്ലാ എക്യുപ്മെന്റ്സുകളും ഇവിടെ നിന്ന് മറ്റൊരു സ്റ്റോർ റൂമിലോട്ട് മാറ്റാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ മാറ്റി പൂട്ടി സീൽ ചെയ്യും എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഈ വാടക വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വാടക വീട്ടിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായിട്ട് അയക്കുമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന നടക്കുന്നത്. തുടർന്ന് ഈ അമ്പലത്തിന്റെ സമീപത്തുള്ള കെട്ടിടത്തിലും കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ പ്രസാദം നിർമ്മാണം കണ്ടെത്തിയിരുന്നു. അവിടെയും പരിശോധന നടക്കും. അവിടുന്ന് സാമ്പിളുകൾ ശേഖരിച്ച് കെമിക്കൽ സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് പരിശോധനയ്ക്ക് അയക്കും. നടപടിയിലേക്ക് നീങ്ങും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പരിശോധനകൾ കൃത്യമായി നടക്കുന്നു. കൊട്ടാരക്കരയിലെ ക്ഷേത്രത്തിലുണ്ടായ വിവാദത്തിൽ വിജിലൻസിന്റെ പരിശോധന ആരംഭിച്ചു.